പുതിയ ചിരിക്കൂട്ടുമായി കോമഡി മസാലയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ പ്രിയങ്കരായ ഓഡിയൻസിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആൻഡ് നമ്മുടെ രണ്ട് താരങ്ങൾ നെൽസൺ ശൂരനാട് ആൻഡ് ഉല്ലാസ് പന്തളം. യെസ്, അപ്പൊ രണ്ടുപേർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖം, മഴയൊക്കെയാണ്. അടിപൊളി മഴ ആയതുകൊണ്ടാണ് സുഖം. അതെ, ആണോ? പിന്നെ വീട്ടിൽ കിടന്ന് ഉറങ്ങിയാ പോരായിരുന്നു. എന്തിനാ രണ്ടുപേരും കൂടെ പോകുന്നത്? കുറച്ച് സുഖം തരാനായിട്ട് കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർ തീരുമാനിക്കും സുഖമാണോ അസുഖമാണോ എന്നുള്ളത്. പക്ഷെ എന്നാലും നമ്മൾ ഗ്യാരണ്ടി ചെയ്യുന്നത് സന്തോഷമാണ്, അല്ലേ? അപ്പൊ നമ്മുടെ ഒരു എപ്പിസോഡ് പുതിയത് സന്തോഷമായിട്ട് ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പൊ രണ്ടുപേർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അടുത്തതായിട്ട് ഒരു രസികൻ സ്കിറ്റുമായി നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ് ടീം കോമഡി റൈഡേഴ്സ്. നമ്മളെപ്പോലത്തെ എവിടെയെങ്കിലും വന്ന അപ്പൊ അതൊക്കെ ഇത് വലിച്ചെറിഞ്ഞേക്കണം അങ്ങോട്ട്. നമ്മളെപ്പോലത്തെ സുഹൃത്തുക്കൾ എങ്ങും ഉണ്ടായില്ല. നമ്മുടെ ബന്ധം ഒരിക്കലും പിരിയെ പോലും ഇല്ല. നിനക്കറിയാവോ, നമ്മുടെ ബന്ധം എന്ന് പറഞ്ഞാൽ പാല് പോലെ ഒരിക്കലും പിരിയില്ല. അയ്യോ, പാല് പിരിയും. ഇതാ അവനൊരു ഉദാഹരണം പറഞ്ഞല്ലേ? ഉദാഹരണം പറഞ്ഞാണോ? പാല് പിരിയും കേട്ടോ. വേണ്ട, ഒരു കാര്യം ഞാൻ പറഞ്ഞു. ഈ ചില നാട്ടുകാർക്ക് നമ്മളെ കുറിച്ച് ചെറിയൊരു മതിപ്പുണ്ട്. ഒരു കണ്ണുകടി. നമ്മൾ പണിക്ക് പോകുന്നില്ലല്ലോ, അത് കാരണം അവർക്കൊരു കണ്ണുകടിയുണ്ട്. നാട്ടുകാർക്ക് മാത്രമല്ല, നമ്മുടെ വീട്ടുകാർക്കുണ്ട്. പറയൂര് അവര് പറയേണ്ട കാര്യമുണ്ടല്ലോ. കാര്യം നീ പണിക്ക് പോകണല്ലോ. ഞാൻ പണിക്ക് പോകണ്ടല്ലോ. ഞാൻ ഇന്നലെ പണിക്ക് പോയില്ലേ? എന്നിട്ട് ഞാൻ ആ ഗൾഫുകാരന്റെ വീട്ടിൽ പണിക്ക് പോയി. ഞാൻ ആ ഗേറ്റും തുറന്നിട്ട് ചെല്ലുമ്പോണ്ടല്ല, ഒരു വലിയൊരു പട്ടി എന്നിട്ട് ഓടിക്കോ ഇങ്ങനെ ചുറ്റിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്ത്, എന്റെ സഞ്ചി ഇരുന്ന ഉള്ളി എടുത്ത് ഞാൻ ആ പട്ടിയെ കക്കരം പിക്കരം വെട്ടി കൊന്നങ്ങോട്ട് കളഞ്ഞു. ഈ ഗൾഫുകാരൻ പുറത്തേക്ക് ഇറങ്ങിട്ട് പറയണേ, നിനക്കിവിടെ പണിയില്ലെന്ന്. പുള്ളി പറഞ്ഞത് ഈ പട്ടിക്ക് കൂട് കെട്ടാൻ വേണ്ടിയാണ് എന്നെ വിളിച്ചിരിക്കണത്. പട്ടി ചത്തില്ലേ? പണി നിന്നെ കൊല്ലണം ആദ്യം, മനസ്സിലായോ? ഞാൻ ഒരു കാര്യം പറയാം. അവന്റെ കാര്യം അങ്ങനെ നീ എന്താ പണിക്ക് പോകത്തത്? എന്റെ കാര്യം നിങ്ങൾക്ക് അറിയാലടാ. എന്താ? എന്റെ അച്ഛന് സുഖമില്ലാണ്ടിരിക്കല. സുഖലടാ. ഇവന്റെ അച്ഛൻ എന്താ പറ്റിയടാ? എന്താ പറ്റി? നിന്റെ അച്ഛൻ എന്താ പറ്റി? എന്താ പറ്റി നിനക്കൊല്ലറിയോ? എനിക്കൊരു പിടിയില്ല. അച്ഛനും വരുന്ന മേടിക്കുന്ന അച്ഛന്റെ കാര്യങ്ങളൊക്കെ നോക്കണ ഞാനാണ്. അപ്പൊ പണിക്ക് പോണം. അതിന് അമ്മ പോകണ്ടല്ലോ. എടാ, ഞാൻ ചോദിക്കണ എന്താ നിന്റെ അച്ഛൻ എന്താ അസുഖം? എന്താണ് ഈ അസുഖം കേട്ടിട്ടുണ്ടല്ലോ? ഞാൻ ഞെട്ടിരിക്കുകയാണ്. എന്റെ കൂട്ടുകാരോട് ഞാൻ ഈ അസുഖം വേണ്ടി നിങ്ങളും കൂടി ഞെട്ടി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. നീ അസുഖം എന്താന്ന് പറ. എന്റെ അച്ഛന് പൾസറാ. പൾസറല്ല, സ്പ്ലെൻഡർ എന്ന് പറ. സ്പ്ലെൻഡർ. ഈ വയറിനകത്ത് വരുന്ന അസുഖം ഉണ്ടല്ലോ. പൾസറല്ല, അൾസർ. എന്റെ പൊന്നോ, ഒരു ആയും പായും തമ്മിൽ മാറിപ്പോയതല്ലേ? അതുപോലെ ഞാനും അങ്ങോട്ട് മാറ്റി മറിച്ചൊക്കെ ഇട്ട് തരും. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ എന്താ പണിക്ക് പോത്തെ? ഞാൻ എങ്ങനെ പണിക്ക് പോവാനാ? ഈടെ കേരളം മുഴുവൻ ബംഗാളികളല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ? ബംഗാളി പോയി മലയാളിയെ കെട്ടുന്നു, മലയാളി പോയി ബംഗാളിയെ കെട്ടുന്നു. ദൈവത്തിന്റെ സ്വന്തം നാടായ നമ്മുടെ ഈ കേരളം ഇവർ രണ്ടുപേരും കൂടി മംഗാളിയാക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇടയ്ക്ക് ഈ ബംഗാളി എങ്ങനെ കേരളത്തിലേക്ക് വന്നത്? ഈ നിക്കർ വിട്ടുണ്ടാണ് ഇവർ ഇങ്ങോട്ട് കയറി വന്നത്. ഇപ്പൊ ആ നിക്കർ മൊത്തം നമ്മുടെ മലയാളികളായി. നിക്കർ വിട്ടുണ്ടാണ് ഇവർ കല്യാണത്തിന് പോണത് എല്ലാം. അപ്പൊ ഇപ്പൊ ആരാ ഇവിടെ ആരാ ഇപ്പൊ ഭരിക്കണാരാണ് ഇവിടെ? ഇതെന്താണ്? ഏതാ മുഖത്തൊരു പാട്? ഒരു ചെറിയ സംഭവം ഉണ്ടായി. എന്താ? അതൊരു സംഭവമാണ്. എന്താടാ? ഇന്നലെ വീട്ടിലേക്ക് ഞാൻ കയറി ചെല്ലിയ എന്റെ കൊച്ചിച്ചന്റെ മോനുണ്ടല്ലോ, ആ ഒരു വൃത്തികെട്ട ചെറുക്കന് എപ്പോ എന്നെ കണ്ടാലും ബിസ്ക്കറ്റ്, ക്രീം ബിസ്ക്കറ്റ് അവന് ഭയങ്കര ഇഷ്ടം. ഇവൻ ഈ ബിസ്ക്കറ്റ് എടുത്തിട്ട് എന്നെ കാണിച്ചിട്ട് എങ്ങനെ ക്രീം എടുത്ത് കാണിക്കും. നമുക്കൊരു ആഗ്രഹം ഇല്ലടാ ഈ ബിസ്ക്കറ്റ് ഒന്നും. കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ ഈ സാധനം തട്ടിപ്പറിച്ച് ഒറ്റ ഓട്ടം അങ്ങോട്ട് ഓടി എന്റെ അനിയൻ ഈ വിവരം അറിഞ്ഞ അവൻ എന്നെ ഇട്ട് വീട് ചുറ്റിയിട്ടുണ്ട് ഓടിച്ച്. ഒന്നും പറയണ്ട, അങ്ങനെ ഒരു ചെറിയ സംഭവം ഉണ്ടായി. നീ പാട് വന്ന കാര്യം പറഞ്ഞില്ല. അവനീ കമ്പിപ്പണിയാണ്, ശരിക്കും പറഞ്ഞു ഭയങ്കര കമ്പിപ്പണിയാണ്. അങ്ങനെയാണ് അവന്റെ ഒരു സംഭവം. ഭയങ്കര തഴമ്പാണ് അവൻ. എങ്ങനെ പാടം വന്നത്? ഇതൊക്കെ എന്ത് പ്രശ്നം? എന്റെ വീട്ടിലാണെങ്കിൽ എന്നെ ഒരു വിലയില്ല അച്ഛനും നമുക്ക്. ഇവിടെ അങ്ങനെയല്ല. അച്ഛനെ ഇന്നലെ ഒരു 100 രൂപയ്ക്ക് ചാള മേടിച്ചിട്ട് വന്നു. ചാളെന്ന് വെച്ച പെടക്കണ ചാള. ഇതിങ്ങനെ വറുത്ത് കൊണ്ട് വെച്ച് മുമ്പിലേക്ക്. അപ്പൊ ഞാനൊരു ചാള എടുക്കാൻ വേണ്ടി ഇങ്ങനെ ചെന്നപ്പോഴേ അച്ഛൻ കയ്യേക്കറി പിടിക്കുക. വേല എടുത്തിട്ട് തിന്നാ മതി. കറക്റ്റ് കാര്യമാണ് നിന്റെ അച്ഛൻ പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. ഈ അച്ഛന്മാരൊക്കെ എന്താ ഇങ്ങനെ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനൊരു പ്രതികാരം വീട്ടും. എങ്ങനെ? ഇത് കണ്ട, ഞാനൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് സംഭവം കണ്ടേ? ഇതെന്നാ നോക്കിയേ, 2 കോടി ലോട്ടറി ചെയ്ത്. ഇത് അടിച്ചാണ്ടല്ല അച്ഛൻ്റെ ഞാൻ പ്രതികാരം ചെയ്യും. നീ എങ്ങനെ പ്രതികാരം ചെയ്യുന്ന പറഞ്ഞത്? ഈ 2 കോടി അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഞാൻ നിനക്ക് തരും, കുറച്ച് ഞാൻ ഇവന് കൊടുക്കും, ബാക്കി കുറച്ച് ഞാൻ ബാങ്കിലിടും. പിന്നെ ഉണ്ടല്ലോ കാശ്, ഞാൻ എന്ത് ചെയ്യും? നമ്മൾ അടിച്ചു പൊളിക്കും. അതിൽ കുറച്ച് കാശ് എടുത്തിട്ട് ഒരു വലിയൊരു സ്രാവനം ഇങ്ങോട്ട് മേടിക്കും. എന്നിട്ട് ഞാൻ വറുത്ത് അച്ഛന്റെ പേര് എഴുതി 2-3 മെഴുകുതിരിയും കത്തിച്ച് വെച്ച് അച്ഛന്റെ മുന്നിൽ കൊണ്ട് ഇങ്ങനെ വെച്ചു കൊടുക്കും. അപ്പൊ അച്ഛൻ അതിൽ നിന്നൊരു കഷ്ണം എടുത്ത് തിന്നാൻ നേരത്തെ ഞാൻ പറയും, കൈയൊക്കെ പിടിച്ചിട്ട് പറയും,
ഉളിപ്പില്ല നിനക്ക് തിന്നാൻ പുള്ളിയുടെ ചമ്മിപ്പോ നീ അത് പറയണം എടാ ഞാൻ വേറൊരു കാര്യം വിട്ടാ നമ്മുടെ വീട്ടിൽ നമുക്ക് വിലയില്ല ഈ വില ഉണ്ടാക്കിയിരിക്കണ നമ്മൾ പണിക്ക് പോകണം ഒരൊറ്റ വഴിയുള്ളൂ. എന്താണ്? നമ്മൾ ചെറിയൊരു ബിസിനസ് തുടങ്ങണം. ബിസിനസ് അത് കിടുക്ക സംഭവം, ഞാൻ പറയാതിരിക്കുന്നു. അങ്ങനെയാണെങ്കിലേ നമുക്ക് ഗോൾഡ് ബിസിനസ് തുടങ്ങിയാലോ? അടിപൊളി. ഗോൾഡിന്റെ ആണെങ്കിൽ നമ്മൾ സൂപ്പറായിട്ട് നമ്മൾ നല്ല കാശുകാരാവും. ഒരു കാര്യം ചെയ്യാം, ഈ ഗോൾഡ് എങ്ങനെ മേടിക്കും? ഇവിടെ ബാങ്കിന്റെ ഫ്രണ്ട് എഴുതി വെച്ചിട്ടുണ്ടല്ലേ എന്ത്? ഗോൾഡ് ലോൺ. ഒറ്റ അടി വെച്ചതല്ല, ഗോൾഡ് ലോൺ എഴുതി വെച്ചിരിക്കണതല്ല. നമ്മൾ ഗോൾഡ് കൊണ്ട് ബാങ്കിൽ പണം വെക്കാൻ അവർ കാശ് തരും. അല്ല നമുക്ക് ഗോൾഡ് മേടിക്കാൻ കാശ് തരുന്നതല്ല. ഗോൾഡ് വേണ്ട, ഗോൾഡ് പിടിച്ചുള്ള വേറെന്ത് ബിസിനസ് പറ? കൃഷി. കൃഷിയാണെങ്കിൽ അടിപൊളിയാണ്. കൃഷിയാകുമ്പോൾ നാട്ടുകാർക്ക് നമ്മളോട് നല്ലൊരു ഇതുണ്ടാവും. മനസ്സിലായോ? കൃഷിയിലെ അറിയാലോ, എന്റെ അച്ഛൻ പേരെടുത്ത് പത്രത്തിലേക്ക് വന്നതാണല്ലോ. അതെ, കഞ്ചാവ് കൃഷിയിലല്ലേ? അയ്യോ കഞ്ചാവ് കൃഷി വേണ്ട, കഞ്ചാവ് വേണ്ട. വേറെ കഞ്ചാവല്ലെന്ന്, ഇവിടെ വേറെ വെറൈറ്റി ആയിട്ടൊരു കൃഷി വേണം. എന്ത് സൂപ്പർ കൃഷി എന്റെ ഉണ്ട്. എന്താണ്? പപ്പട കൃഷി. പപ്പട കൃഷിയാ? ആ, അല്ല അപ്പളേ ഈ പപ്പടം വറുത്ത് കൃഷിയോ അല്ലെങ്കിൽ പച്ചക്കറി കൃഷിയോ? നമ്മള് അല്ല, നമ്മൾ ഈ വറുത്തതെല്ലാം കൂടി പാക്കറ്റ് ചെയ്തിട്ട് നമ്മൾ കൃഷി നടത്തും. എടാ ഇറക്കാം, എന്നിട്ട് ഇതിനൊക്കെ വെള്ളം കോരി ഒഴിക്കണം. ഈ പപ്പടത്തിന് വേണം. ഈ പപ്പടം ഒന്ന് കേക്കണ എനിക്ക് കല്യാണം. ഒരു കാര്യം ചോദിക്കട്ടെ, ഞെട്ടില്ല വട്ടയില്ല പപ്പടം. ഞാൻ പപ്പടം പിന്നെ പപ്പടത്തിന് ഈ പപ്പടം ഒന്നും പറയില്ലെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് പപ്പടം ഇഷ്ടമല്ലെന്ന്. പപ്പടം ഇഷ്ടമല്ല. വേറെ വല്ല കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പൊ നമ്മള് കൃഷി ഒന്നും ചെയ്യില്ല, ബിസിനസ് ഒന്നും വേണ്ട. വേണ്ട. എന്ത് പിടിക്കും? രണ്ടുപേരും ഫ്രീ ആണ്. ഇന്നാണ് ഫ്രീ ആണ്. ഇന്നാണ് ഫ്രീ ആണ്. ഫ്രീ ആണ്. അങ്ങനെ നമുക്ക് പണിയും വേണ്ട, ബിസിനസ് വേണ്ട, ഒന്നും വേണ്ട. നമ്മുടെ സുരഭി തിയേറ്ററിലുണ്ടല്ലോ സണ്ണി ലിയോന്റെ ഹൊറർ സിനിമ ഇറങ്ങിയിട്ട് കാണാൻ പോയാലോ? കുറെ സിനിമയോ? കുറെ സിനിമ അല്ല, ഹൊറർ സിനിമ, പ്രേത സിനിമ ഇറങ്ങിയിട്ട് കാണാൻ പോയാലോ? കാണാൻ പോവാ. ഒരു കാര്യം പറയട്ടെ, ഈ സണ്ണി ലിയോൺ ഈ സിനിമയെ കുറിച്ച് ഒരു ഇന്റർവ്യൂ നടത്തിയായിരുന്നേ. അങ്ങനെ സണ്ണി ലിയോൺ പറഞ്ഞറിയാമോ, ഈ സിനിമ കണ്ട എല്ലാവരും പേടിക്കും. ഇതാണ് വലിയ സംഭവം. ഈ സണ്ണി ലിയോന്റെ സിനിമ എത്ര പ്രാവശ്യം പേടിച്ചിട്ടുള്ളതാ? ഇതിനു മുമ്പ് സണ്ണി ലിയോന്റെ പ്രേത സിനിമ ഇറങ്ങിയിട്ടില്ല പേടിക്കാനായിട്ട്. ആരാ പറഞ്ഞ? എടീ, സണ്ണി ലിയോന്റെ സിനിമ ഞാൻ വീട്ടിൽ നിന്ന് മൊബൈലിൽ കാണുമ്പോഴേ അച്ഛൻ വരുന്നുണ്ടാ, അമ്മ വരുന്നുണ്ടോ, നമ്മൾ പേടിച്ച് പേടിച്ചിരുന്ന കാണുന്നത്. അത് പേടിച്ചിരുന്നല്ലേ? ചിരിച്ചു കഴിഞ്ഞാ ആയുസ് കൂടും. ആര് പറഞ്ഞു? ചിരിച്ചു കഴിഞ്ഞാൽ ആയുസ് കൂടും. അങ്ങനെ ഉണ്ട്. തിരിച്ചു കഴിഞ്ഞാൽ ആയുസ് കൂടും. നമ്മൾ വെറുതെ തിരിച്ചു കഴിഞ്ഞാൽ പ്രാന്താന്ന് പറയാം. ആരാ പറഞ്ഞ? ഓരോ ദിവസം ചിരിക്കുമ്പോഴും ആയുസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. ഇറക്കാൻ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ചിരിച്ചു കഴിഞ്ഞാൽ നീ ആയുസ് പറഞ്ഞല്ലേ ഇങ്ങോട്ട് കൂടുതൽ. ഏറ്റവും കൂടുതൽ ആയുസുള്ള ജീവി എന്താ നിനക്ക്? ആമ. ആമ. ഈ ആമ ചിരിക്കണം നീ കണ്ടിട്ടുണ്ട്? ആമ ചിരിക്കണില്ലേ? എവിടാ ഈ ആമ എവിടെ കിടക്കണം അറിയാവാ? എവിടെ കിടക്കണം? കുളത്തി കിടന്ന് ബോർഡ് ചെയ്യണം. ഈ ആമ ഇങ്ങനെ ഇറങ്ങി ഒരു കോമഡി ഉണ്ടോ നോക്കാൻ. അപ്പൊ ഒരു കോമഡി കാണും. ഈ ആമ നേരെ തലയിൽ വെച്ചകത്ത് ഒരു ചിരിച്ച് മണ്ണ് കപ്പി തലതല്ലി ചിരിച്ച് വീണ്ടും വരും. കോമഡി ഉണ്ടോ നോക്കാൻ. അപ്പൊ ചിരിക്കോ? അപ്പൊ ചിരിക്കല, ഷാപ്പിൽ ഇരിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ പ്ലേറ്റ് ഇരിക്കും. ഞങ്ങൾ ചിരിച്ചാണ്. എന്തൊക്കെയാ പോണാളെ കണ്ട നീ? ഏതാ? സൂക്ഷിച്ച് നീ ആരാ നോക്ക് നീ? ജോസഫല്ലേ അത്? ഗൾഫിൽ നിന്ന് വന്നു അവൻ. അവൻ വന്നിട്ട് എത്ര നാളായെന്നറിയാം? എത്ര നാളെ വന്നിട്ട്? അതെ, അവനാള് ഭയങ്കരനായിപ്പോ കേട്ടാ. ചെലവും ചെയ്തില്ല വന്നിട്ട്. അവൻ പറഞ്ഞതേ നമുക്ക് ചെലവ് ചെയ്ത് കഴിഞ്ഞാൽ പാഴ്ചെലവാകുന്ന അവൻ പറഞ്ഞത്. അവൻ ഇവിടെയൊക്കെ മറ്റേ ചൂണ്ടയൊക്കെ ഇട്ട് നടന്നവനല്ലേ? ഇപ്പൊ ഭയങ്കര സെറ്റപ്പ് ആയിപ്പല്ലേ? നിങ്ങളുടെ കാര്യം ശ്രദ്ധിച്ചോ? അവന്റെ കയ്യിൽ പൊതിരി കണ്ട? എവിടെ പൊതി കണ്ട നീ അവന്റെ കയ്യില്? അത് വല്ല വീട്ടിലേക്ക് വല്ല സാധനം മേടിച്ചോണ്ട് പോണ. അല്ല, നിങ്ങൾ ആരോടും പറയരുത്. സ്വർണ്ണ ബിസ്ക്കറ്റ് ആണത്. ഒരാളെ കുറിച്ച് വെറുതെ ആവശ്യമില്ലാത്ത പറയരുത്. സ്വർണ്ണ ബിസ്ക്കറ്റ് ആണ്. പറഞ്ഞ ശരിയാണ്. എന്താ ഈ ദുബായിലവർക്കൊക്കെ ബിസ്ക്കറ്റ് കച്ചവടാണ്. അല്ല, ഞാനത് പറഞ്ഞു. നീ ഇത് കണ്ടിട്ടുണ്ടാ? ഞാൻ കണ്ടിട്ടുണ്ട്. നീ എങ്ങനെ കണ്ട്? ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇവൻ പുതിയതായിട്ട് പോകുമ്പോൾ ഞാൻ പുറകെ വിട്ടുവിന്റെ എന്നിട്ട് വീട്ടിൽ ചേട്ടൻ്റെ ജനൽ വഴി നോക്കുമ്പോഴേ ഇവനും ഇവന്റെ ഭാര്യയും മക്കളും കൂടെ ചായ മുക്കി കഴിക്കുക. എന്ത്? സ്വർണ്ണ ബിസ്ക്കറ്റ്. എടാ, ഈ ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ അകത്തേക്ക് പോണ സാധനമാണ്, പുറത്തേക്കല്ല. അതിനാണ് ഞാനും പറഞ്ഞത്. ചായൽ മുക്കി വായി വഴി വയറ്റിലേക്ക് കടത്തുമല്ലേ? എവിടെ കൊണ്ട് ഇറക്കുമൊന്നും മിണ്ടാരി. എവിടെ സ്വർണ്ണ ബിസ്ക്കറ്റ് ആണത്. നിങ്ങൾ ഇവിടെ ഇരുന്നോണ്ട് വല്ല അറിയുന്നുണ്ടോ? എന്താണ്? എടാ, റെയിൽവേ ക്രോസിൽ നടന്ന സംഭവം വല്ല അറിഞ്ഞ? എന്താണെന്ന്? എടാ, നമ്മുടെ ചന്ദ്രൻ ചേട്ടന്റെ മാനോട് സൈക്കിളിലും അങ്ങോട്ട് പോയിരുന്നു. പെട്ടെന്ന് ഇവിടുത്തെ ഒരു ലോറി വന്നിട്ട് പറയാൻ ചോറിനാൻ പറ്റില്ല. പറയരുത്. ഭയങ്കര സീനാക്കി പറയരുത്. എന്നിട്ട് ചന്ദ്രൻ ചേട്ടൻ മോൻ എടാ, അവനല്ലടാ ആദ്യം അപ്പുറത്തോട്ട് പോയത്. അത് കഴിഞ്ഞിട്ട് വന്ന ലോറിയില്ല, അത് വേറെ സൈഡിലോട്ടും പോയി. ട്രെയിനിന്റെ പാട്ടിനും പോയി. വേറെ കുഴപ്പമില്ല. ഇവിടെ പറഞ്ഞാ നിങ്ങൾ വെറുതെ ഇരിക്കല്ലേ? ഗേറ്റ് തുറന്ന കുഴപ്പമില്ല. എന്തെങ്കിലും മേടിക്കണേ പോയി മേടിച്ചോന്നറിയാൻ വേണ്ടി വന്ന് പറഞ്ഞതേടാവേ. അല്ല, എന്ത് പോയില്ലേ? ഇന്നലെ പോയില്ല. ഇന്നലെ ഭയങ്കര ശരീരം. പണിക്ക് പോണോണ്ടാ. പണിക്ക് പോകാതെ ഇവിടെ വന്ന് ഇരിക്കാൻ നോക്ക്. ഇവിടെ ഞങ്ങളിവിടെ കൂട്ടുകൂട്. എന്നെങ്കിൽ നമ്മളിവിടെ നാട്ടിൽ പുതിയ വില. അങ്ങനെ വായിലോട്ടൊന്നും പോകണ്ടേ? ഇവിടെ വന്ന് ഇരുന്നാ മതിയാ. എടാ, പണിയെടുക്കണം. പണിയെടുത്ത് ജീവിക്കാൻ നോക്ക് നീക്കാ. അല്ല, ചേട്ടന്റെ ഭാര്യ മരിച്ചിട്ട് ഒരു വർഷമായില്ലേ? ആ, അടുത്ത ആഴ്ച ആണ്ടാടാ. അല്ലേ? ആണ്ടാ. ഈ പുഴയല്ലേ മുങ്ങി മരിച്ചത്? നമ്മുടെ പുഴ കിടന്നാ മുങ്ങി മരിച്ചത്. ആരും കണ്ടില്ലേ ഇത്?
കണ്ടായിരുന്നു. ആര് കണ്ടു? ഞാൻ കണ്ടായിരുന്നു. ആ ചേട്ടൻ എങ്ങനെ കാണണ? എടാ ഞാൻ ആദ്യക്കട തെങ്ങ് കണ്ട, ആ അതിനെ ഹണ്ടത്തിയാൻ ഇരിപ്പുണ്ടായിരുന്നു. എന്റെ ചേട്ടൻ ഇറങ്ങുന്ന ആ പാരിനെ രക്ഷിക്കാൻ പാടില്ലായിരുന്നോ? നീ കല്യാണം കഴിച്ചാണോ? ഇല്ല. കല്യാണം കഴിച്ചില്ല. ഞാൻ വന്നേ. എടാ, സന്തോഷവും സമാധാനമായിട്ടുള്ള ഒരു ജീവിതം നമ്മൾ നയിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് നമ്മൾ നടിക്കണം. പിന്നെ അവൾ എപ്പോഴും എന്നോട് പറയുമായിരുന്നു, ഞാൻ ചാകാൻ നിർത്തി ചേട്ടൻ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം തരുമെന്ന്. ദൈവം വല്യവനാടാ, അവൾക്ക് ഒരു ഗ്ലാസ് അല്ല, ഒരു തടാകം തന്നെ അങ്ങ് കൊടുത്തു കളഞ്ഞില്ലേ. ചേട്ടാ സന്തോഷം. ഏതായാലും ഇങ്ങനെയുള്ള ഉപകാരങ്ങൾ മാത്രമേ ചെയ്യാവുള്ളൂ. ദൈവം വലിയവനാ. എടാ, ഞാൻ ഈ കുട്ടപ്പന് തേങ്ങൊന്ന് കയറാൻ പണിക്കും വേടാ, ആറുകൾ നടക്കുക. ഒന്നും ചോദിക്കണ്ടായിരുന്നു. ഒറ്റടിയാന്ന് നീയല്ലേ വിളിച്ചു കയറ്റി ഇയാളെ കണ്ടു. ഒരു കാരണം കൊണ്ട് വിളിച്ചത് ഇവനിങ്ങനെ മണ്ടത്തരങ്ങൾക്ക് വിളിച്ചു പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ. തെങ്ങ് തീർന്നു പോയി, കയറിച്ചത് മണ്ടയില്ലാത്ത തെങ്ങാടാ. അതിന് എന്നെ എടുത്തിട്ട് ആശുപത്രി പോടാ. ചേട്ടാ, സന്തോഷകരമായ കുടുംബജീവിതത്തിന് ചിലതൊക്കെ കണ്ടില്ലെന്ന് കേട്ടില്ലെന്ന് വെച്ചേക്കണം. ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? ഇപ്പോൾ പുള്ളി നമ്മുടെ മുഖത്തോക്ക് ചോദിച്ചെന്താ, എന്താ? പെണ്ണ് കിട്ടിയില്ലേ എന്ന്. എടാ, ഒരു പെണ്ണ് വന്നാൽ നമ്മുടെ ബന്ധം പൊളിഞ്ഞില്ലേ? അത് പൊളിഞ്ഞു. പെണ്ണിട്ടരുത്. പെണ്ണ് കെട്ടരുതും. അഥവാ പെണ്ണ് കെട്ടുന്നുണ്ടെങ്കിൽ ഒരു വീട്ടിൽ നിന്ന് 3 പെണ്ണെ കെട്ടണം. അതെങ്ങനെ ശരിയാവും? ഒരു വീട്ടിൽ 3 പെണ്ണുണ്ടെങ്കിൽ മാത്രം കിട്ടിയാൽ മതി. നമ്മളിപ്പോ ചെല്ലുന്ന വീട്ടിൽ 2 പെണ്ണുകളും കിട്ടിയും മൂത്ത ആളെ ഞാൻ കിട്ടും, ഇളയതിനെ ഞാനും കിട്ടും. അപ്പൊ ഇവൻ പ്രശ്നമാവുമല്ലോ. പിരിഞ്ഞ് ബന്ധം പിരിഞ്ഞ് അപ്പൊ ബന്ധം പിരിയും. വേണ്ട, നിങ്ങളുടെ ബന്ധം പിരിയാതിരിക്കാൻ ഞാൻ എന്തും ചെയ്യും. എന്ത് ചെയ്യും? ഞാൻ ഈ പെൺപിള്ളേരുടെ അമ്മയും കണ്ട് കിട്ടിയാല. അപ്പൊ നിങ്ങൾ ആരെന്താ മക്കള് മക്കളെ നിങ്ങൾ മക്കള്, ഞാൻ അച്ഛൻ. അച്ഛൻ. അപ്പോഴും നമ്മുടെ ബന്ധം അടിപൊളി ബന്ധം പിരിയുന്നില്ല. നീയാണ് മൂത്തവളെ കിട്ടിയത്. ഞാൻ മൂത്തവൻ. ഇങ്ങോട്ട് വന്നേ. നീ പണിക്ക് പോകുന്നുണ്ടോ? പണിക്ക് പോണില്ല, അത്യാവശ്യം അവളുടെ മകളെ നീ പട്ടിണിക്കിടുവാടാ. ഇടോ, എന്റെ മകളെ നീ പട്ടിണിക്കിടുവാ. എന്റെ മകൾ പട്ടിണി കിടക്കാൻ കണ്ടുകൂടാ. പട്ടിണി കിടക്കാൻ പറ്റിയ അവള്. ഇയാളെ എന്നെ തല്ലണ കാര്യം എന്നാന്ന്. നീ മാറിക്കേ. നീ എന്താണ് ഈ കാണിക്കണത്? കൂടുതൽ കണ്ട് ഇത് ഒരു സങ്കല്പല്ലേ പറഞ്ഞു. ഇപ്പൊ ഉദാഹരണം പറയണേ നീ കാണിക്കുന്നത്. പെണ്ണ് വേണ്ട. നമ്മുടെ കുടുംബത്തിൽ പെണ്ണ് വന്നാൽ പെണ്ണ് വന്ന പ്രശ്നം പിരിയും. പെണ്ണ് വരണ്ട. പെണ്ണിനെ തൊട്ടുള്ള കഥ ഇനി വേണ്ട, വിട്ടേക്ക്. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ച എങ്ങനെയാ? പെണ്ണ് വേണ്ട. മറ്റേ എനിക്ക് പെണ്ണ് വേണോടാ. എനിക്ക് പെണ്ണ് വേണം. നീ നിനക്ക് ഇവിടെ പെണ്ണ്? അല്ല, ഞാൻ കുറെ നാളായിട്ട് പറയാത്തൊരു രഹസ്യം. എന്റെ ജീവിതത്തിൽ നിങ്ങളോട് ഞാൻ പറയാത്തൊരേ ഒരേ രഹസ്യം ഇത് മാത്രമേ ഉള്ളൂ. ഏതാണ്? വേറൊന്നല്ലടാ, വർഷങ്ങളായിട്ട് ഞാനൊരു പെണ്ണോട്ട് ഭയങ്കര പ്രേമത്തിലാ. 2ാം ക്ലാസ് മുതൽ പഠിക്കുമ്പോൾ ഉണ്ടാ പ്രേമേ. പക്ഷെ എനിക്കിത് പറയാൻ പറ്റിയിട്ടില്ല. പറഞ്ഞ എനിക്ക് എന്തൊരു പേടി പോലെയാണ്. അപ്പൊ ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്റെ അമ്മയച്ഛനൊന്നും നടത്തി തരില്ല. പക്ഷെ കൂട്ടുകാരായ നിങ്ങൾ എന്റെ കൂടെ നിന്നിട്ട് ഇത് നടത്തി തന്ന എന്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് നിങ്ങൾ. ആ കാര്യത്തിൽ ഞാൻ ഏറ്റി. നീ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ പേര് പറഞ്ഞാൽ മതി, ആ പെണ്ണിന്റെ കാര്യം നിന്നെ വളച്ചൊടിച്ച് നിന്റെ കൈ കൊണ്ടുവിട്ട്. അങ്ങനെ വേറെ വേണമെന്നല്ല. നമ്മുടെ പാലാങ്കടവ് പാലത്തിന്റെ മേലൊരു പെണ്ണില്ല, പ്രിയ. അയ്യോ, സുമാരൻ ചേട്ടന്റെ മോള്. സുമാരൻ ചേട്ടന്റെ മോള് നല്ല വെളുത്തിട്ടല്ലേ. അയ്യോ, അടിപൊളി കൊച്ചല്ലേ. അവൾ എനിക്ക് ഇഷ്ടമാണ്. അവൾക്ക് എന്നെ ഇഷ്ടം അറിയാൻ പാടില്ല. പക്ഷെ ഇടയ്ക്കൊക്കെ എന്നെ കാണുമ്പോൾ ഒരു ചിരിയൊക്കെ ചിരിക്കാറുണ്ട്. നിന്നെ കാണുമ്പോന്നല്ല, നിന്നെ കണ്ട ആരും ചിരിക്കാത്ത. നിന്നെ കണ്ട ആരും ചിരിച്ചു പോകും. നമ്മളതിന് എത്ര പ്രാവശ്യം ചിരിച്ചിരിക്കുന്നു. ആ, ഇവന്റെ മുഖം ഇരിക്കണ എങ്ങനെയാണ്? ഈ പനത്തെങ്ങനെ മകർഷിയില്ല അതേപോലെ ഇരിക്കുന്നത്. തല്ലി തപ്പിച്ച് അതല്ല ഞാൻ പറയട്ടെ. ഇപ്പൊ എന്റെ ഈ ഒരു പ്രണയം എനിക്ക് പറയണമെങ്കിൽ എന്റെ കൂട്ടുകാരായി നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഞാൻ ഏറ്റി. ഈ സംഭവം ഞാൻ വളച്ചൊടിച്ച് അങ്ങോട്ട് ഇട്ട് തരാം. നീ ഇങ്ങോട്ട് എന്താ ഇപ്പൊ ഞാൻ ചെന്ന് പറയണ്ട. നീ ഒന്നും പറയണ്ട. കുറെ നാളുകളായിട്ട് എന്റെ നെഞ്ചും തുള്ളിൽ നിന്നും അടർന്നു വീണ ചില വരികൾ ഞാൻ ഇതിന് എഴുതി വെച്ചിട്ടുണ്ട്. അത് നീ ഒന്ന് പോയി പറഞ്ഞാൽ മതി. ഇത് ഞാൻ പോയി പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം ഒക്കെ തീർന്നു. റെഡിയാക്കിയാ പോരല്ലേ? ഈ കാര്യം ഞാൻ ഏറ്റാ വളച്ചൊടിച്ച് നിന്റെ മുന്നിൽ കൊണ്ടുവരും. അതെ, എന്നെ കുറിച്ചൊന്ന് കയറ്റി വെക്കണം. കേറ്റും അവൻ കേറ്റും. നിന്നെ ജയിലിൽ കയറ്റും മിക്കവാറും. നീ എന്തിനാ നെഗറ്റീവ് പറഞ്ഞത്? അവനൊരു നല്ല കാര്യം. നെഗറ്റീവ് പറഞ്ഞ മൈൻഡ് ഔട്ട് ആവും ഞാൻ. മനസ്സിലായില്ലേ? നീ ഇങ്ങോട്ട് വന്നേ. ഈ തോമസ് കുട്ടി പറയുന്ന കാര്യം നീ വിട്ടുകളാ. അവനാണെങ്കിൽ വിടുവായിത്രേ പറയുള്ളൂ. അവനൊന്ന് പറഞ്ഞു വിടും. ഈ പെണ്ണിനെ എങ്ങനെ വന്നാലും വളച്ചൊടിച്ച് ഞാൻ നിന്റെ കയ്യിൽ എത്തിക്കാം വേണമെന്ന് പറയണം അവനോട്. അല്ലെങ്കിൽ ആകെ പ്രശ്നവും അവനെ സൂക്ഷിച്ചോണം. എന്താ എന്താ അവള് വരുന്നുണ്ടാ? എക്സ്ക്യൂസ് മീ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ചിരിച്ചു. ഞാൻ പറഞ്ഞില്ല എന്നെ നമ്മൾ ചിരിക്കാറുണ്ട്. അവിടെ നിന്നെ അല്ല എന്റെ കാര്യം പറഞ്ഞത്. എന്നെ മനസ്സിലായോ? ആ, എനിക്കറിയാം ചേട്ടനെ. എനിക്കറിയാൻ ചേട്ടനെ. 2ാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിക്കാൻ അറിയാണ്ടിരിക്കുവോ? ഞാൻ ടി വിയിലും പത്രത്തിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആളാണ്. അതെ, മാലപോഷ കേസ്. ആ പൊക്കമുള്ള ഒരുത്തനല്ലേ ഇതാ നിക്കണ. അവന് കുട്ടീനെ ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പം കാലം തൊട്ടേ ഭയങ്കര ഇഷ്ടം. എന്നെയോ? ഇത് ഷാജിയല്ലേ? അത് തന്നെ. ചേട്ടൻ ഇങ്ങോട്ട് വന്നൊരു കാര്യം പറയട്ടെ. ചേട്ടന് നാണല്ലേ ഇവന്റെ ഒക്കെ കാര്യം എന്റെ അടുത്ത് വന്ന് പറയാനായിട്ട്? ഞാൻ എങ്ങനെ പ്രേമിക്കാനാണ് ആ മുഖത്തൊക്കെ നോക്കിയിട്ട്? ചേട്ടനൊരു കാര്യം അറിയോ? ഞാൻ കുറെ നാളായിട്ട് പറയാണ്ട് വെച്ചിരിക്കുന്ന കാര്യം. ഞാൻ ഈ ബസ് സ്റ്റോപ്പിൽ തന്നെ വന്ന് ബസ് കയറുന്ന കാര്യം എന്താണെന്നറിയോ?
എനിക്ക് ഈ ചേട്ടനെ ഇഷ്ടം. ഈ ചേട്ടന്റെ കണ്ണ് ഞാൻ എന്ത് സ്വപ്നം കാണും. സത്യം സത്യം. എന്താ ചേട്ടാ കയ്യില്? ഇത് അവനൊരു മൂലക്കുരുവിന്റെ അസുഖം ഉണ്ടവന് അയ്യേ. ഈ ഷാജിക്ക്. അപ്പൊ ഞാൻ പുറത്തോട്ട് പോകുമ്പോ ഇച്ചിരി പച്ചക്കറി പോലത്തെ സാധനങ്ങൾ എന്തെങ്കിലും കിട്ടുമെങ്കിൽ മേടിച്ചിട്ട് വരാൻ കേട്ടാ. വിളിക്കാൻ കിട്ടും. ആ ശരി. വിളിക്കാം. നടക്കൂല വേണേ. ആ കൊച്ചു വേറെ സെറ്റപ്പിലാണെന്ന്. സെറ്റപ്പാ അങ്ങനെയല്ല, ആ കൊച്ചു വേറെ രീതിയിൽ നിൽക്കണം. നിന്നെ കണ്ടത് ആരാടി ഇഷ്ടപ്പെട്ടത്? ഞാൻ പറഞ്ഞില്ല എപ്പോഴാ ഇവൻ പോയ നടക്കരുത്. ഈ സാധനം പിടിച്ച് നീ വേറെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ. ഇവൻ പോയ നടക്കരുത്. ദേ, നിന്റെ ആത്മാർത്ഥ സുഹൃത്ത് ഞാനാ. ഞാൻ പോയി നടത്തി തരാം. നടത്തൂ. ആ, നീ മാറിയതേ. നടത്തട്ടാ. നടക്കൂല നടക്കൂല അത്. അനുഗ്രഹിക്കാൻ പറഞ്ഞു. അനുഗ്രഹിച്ചു വിട്ടേ. എന്നിട്ട് പോട്ടോ. എല്ലാരും റെഡി ആക്കണേ. അത് വേണ്ട കേട്ടോ. അത് വേണ്ട. നീ പോയേ നീ വിചാരിച്ചു നടന്നില്ല. വേണ്ടത് നടത്തിയില്ല. പോടാ. വേണ്ടതും പോടാ. എന്താ ചേട്ടാ? പ്രിയല്ലേ? അതെ ഫ്രീയാണ്. ഷാജി ഇല്ലേ? ഷാജി ആ. ഷാജി കുഞ്ഞിലെ മൂലി കൊച്ചിനെ പ്രേമിക്കുക. ശ്ശോ, ഇത് എന്തൊരു കഷ്ടവാ. ചേട്ടൻ കൂടെ ഒന്ന് വന്നൊരു കാര്യം പറഞ്ഞോട്ടെ. ചേട്ടൻ ഒരു കാര്യം മനസ്സിലാക്ക്. എന്നെ പോലെ ഇത്രയും സുന്ദരിയായ പെണ്ണിന് ആ കഷണ്ടി തലേണ്ട ആവശ്യമുണ്ടോ? ചേട്ടൻ നോക്ക്. എനിക്കും തോന്നി. ഞാൻ എങ്ങനെ അയാളെ പ്രേമിക്കാനാ? ചേട്ടൻ ഒരു സത്യം അറിയോ? ഞാൻ എന്തിനാ ഡെയിലി ബസ് സ്റ്റോപ്പിൽ വന്ന് ബസ് കയറുന്ന എന്തിനാന്നറിയോ? എന്തിനാ? എന്റെ ജീവിതത്തിൽ ഞാൻ കെട്ടുവാണെങ്കിൽ അത് ചേട്ടനെ മാത്രമേ കെട്ടൂ. ചേട്ടന് അത്രയ്ക്ക് ഇഷ്ട. ആ, പക്ഷെ എന്നാൽ കുഴപ്പമുണ്ടല്ലോ. എന്താ ചേട്ടാ? നമ്മുടെ ജാതി. ഞാൻ ക്രിസ്ത്യാനി, കുട്ടി ഹിന്ദുവാ. അതിനിപ്പോ എന്താ ചേട്ടാ? ഞാൻ ജാതി മാറി വല്ല അന്നക്കുട്ടി അങ്ങ് പേരാക്കിയ പോരെ? അത് മതി. അന്നക്കുട്ടി, തോമസ് കുട്ടി, തോമസ് കുട്ടി, അന്നക്കുട്ടി, അന്നക്കുട്ടി, തോമസ് കുട്ടി, തോമസ് കുട്ടി, അന്നക്കുട്ടി, മരപ്പന്നപ്പെട്ടി. അതൊന്നും നടക്കേല. പോണു. രണ്ട് ആത്മാർത്ഥ സുഹൃത്തുക്കള് ഒരു പെണ്ണിനെ വളച്ചാരെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും രണ്ടര പേട്ട് പാട്ടിന് പോയല്ലേ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്റെ ഇഷ്ടം പറയാനായിട്ട്. ഹലോ എടാ ഷാജി, നീ ഇങ്ങോട്ട് വന്നേ. നിന്നെ തന്നെ ഇങ്ങ് വന്നേ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. നിനക്ക് എന്നെ 2ാം ക്ലാസ് മുതൽ അറിയാവുന്നതല്ലേ? നിനക്ക് എന്തെങ്കിലും എന്നോട് തുറന്ന് പറയാൻ നിനക്ക് പറഞ്ഞാ പോരെ? എന്തിനീ കണ്ണി കണ്ട ആൾക്കാരെ കൊണ്ടൊക്കെ പറയിപ്പിക്കുന്നേ? എനിക്കാണെങ്കിൽ അവന്മാരെ കണ്ണെടുത്താ കണ്ടൂടാ. എനിക്കിഷ്ടമല്ല. എന്ത് കോലവാ. പണിക്ക് പോവൂല. കള്ളും കുടിച്ച് ഇങ്ങനെ തേരാ പാര നടക്ക. നിന്റെ പ്രായത്തിനൊത്ത കൂട്ടാണോ? അച്ഛന്റെ പ്രായം ഉണ്ടല്ലേ. പിന്നെ നീ എന്തിനാ അവരെ കൊണ്ട് പറയിപ്പിക്കുന്നേ? എനിക്കറിയാമല്ലോ എന്തത്. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ എന്നോട് തുറന്നു പറ. പക്ഷെ എന്താണെന്ന് അറിയോ, എനിക്ക് ഭയങ്കര എന്തോ എന്നെ ഭയങ്കര ഈഗോ. എനിക്ക് എന്നെ തന്നെ സ്വയം കോംപ്ലക്സ്. മുടിയില്ല, ഒന്നുമില്ല. മുടിയില്ലെന്നാ? ഫഹദ് ഫാസിലിന് മുടിയുണ്ടോ? എന്നിട്ട് നസ്രിയെ കിട്ടിയില്ലേ? അത് വെച്ച് നോക്കി നീ സുന്ദരനല്ലേ? നീ എന്താ പറഞ്ഞു വരുന്നത്? നിന്റെ മുടി സ്ട്രൈറ്റ് ചെയ്തല്ലേ സൂപ്പർ ആയിരിക്കും. പിന്നെ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇതുവരെ പറയാത്ത കാര്യം നിന്നോട് തുറന്നു പറയാ. ഐ ലവ് യു. എന്താന്ന്? എടാ എനിക്ക് നിന്നെ ഇഷ്ടാണെന്ന്. കരയി നീയൊക്കെ നീ കരഞ്ഞിണ്ടല്ലോ ഇവിടെ കരഞ്ഞ. നീ ആത്മാർത്ഥ സുഹൃത്തിനോട് ഒരു പെണ്ണെ കാണാൻ വേണ്ടി പോട്ടെ വളയ്ക്കാന്ന് പറഞ്ഞ് നീയൊക്കെ കൂടി നിന്റെ പേരിൽ അങ്ങോട്ട് വളച്ചെടുത്തല്ലേ. നീ കരയോണ്ട് എനിക്ക് എന്താടാ പ്രിയയുടെ കല്യാണം ഉറപ്പിച്ചു. അതൊക്കെ ഞാൻ അതറിഞ്ഞിട്ടുള്ള കരച്ചിലാണ് ഈ കാണുന്നത്. എടാ നീയൊക്കെ രണ്ട് കൂട്ടുകാരന്മാർ ആത്മാർത്ഥ സുഹൃത്തുക്കളാന്ന് പറഞ്ഞിട്ടേ നിങ്ങൾ രണ്ടുപേരും കൂടി ഞാൻ പ്രേമിച്ച പെണ്ണിനെ വളച്ചെടുക്കാന്ന് വിചാരിച്ചല്ലേ. നിങ്ങൾക്ക് അത് വേണോടാ. എനിക്ക് ചിരിക്കണം. നിങ്ങൾ ചിരിക്കണ്ട. അവളെ കെട്ടാൻ പോണ ആരാന്നറിയാവാ? ആരെങ്കിലും ആവട്ടെ. നിങ്ങളുടെ ചേട്ടന്റെ മകൻ. അവര് 10 വർഷമായിട്ട് പ്രേമം അറിയാവാ? ഇവന്റെ ചേട്ടന്റെ മകൻ. അപ്പൊ നീ ചിറ്റപ്പനായല്ലേ? എന്താ ദൈവമേ, ലോകത്തൊരു കാമുകനും ഈ ഒരു ഗതി വരുത്തരുതേ. ചിറ്റപ്പ. ചിറ്റപ്പനല്ലടാ, ചീറ്റപ്പൻ. എന്ന് വെച്ചാ ചീറ്റിക്കപ്പെട്ട അപ്പൻ. അപ്പൊ ഒരു അടിപൊളി സ്കിറ്റ് ആയിരുന്നല്ലോ. നിങ്ങൾ എന്തിനാ കൈയടിക്കുന്നേ? ഞങ്ങളല്ലേ കൈയടിക്കണ്ടേ? അല്ല, ഞങ്ങളെല്ലാരും കൂടെ കൈയടിച്ചോട്ടെ. പക്ഷെ നല്ല രസമുള്ള സ്കിറ്റ് ആയിരുന്നു കേട്ടോ. നല്ല പണിയില്ലാത്ത 3 ചെറുപ്പക്കാരും. ഈ പണിയില്ലാത്തവന്മാരുടെ ഒക്കെ ഏറ്റവും വലിയ പണി എന്ന് പറയുന്നത് നാട്ടിലുള്ള ഏതെങ്കിലും ഒരു പെണ്ണെ പ്രേമിക്കാൻ നടക്കലായിരിക്കും. അത് ഇതുപോലെ തേച്ചിട്ട് പോവുകയും ചെയ്യും അല്ലേ? അപ്പം ഇതുപോലെയുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ചീറ്റപ്പൻ ഉണ്ടായിട്ടുണ്ടോ? ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പെണ്ണെന്നെ വീട്ടിൽ കയറ്റൂല. അങ്ങനെയാണോ? ഉറപ്പാണോ? ഉറപ്പാ. ആ ശരി, എന്നാ പിന്നെ കുഴപ്പമില്ല. പറയും നമ്മൾ നിർബന്ധിക്കുന്ന മോശമല്ലേ അനുഭവങ്ങൾ? ഒരു അനുഭവം ഇല്ല. നമ്മൾ പ്രപ്പോസ് ചെയ്യാൻ പോയ പെണ്ണിനെ കൂട്ടുകാരൻ പോയി പ്രപ്പോസ് ചെയ്ത് വളച്ചോണ്ട് വരിക, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സ്വാഭാവികമല്ലേ ഉല്ലാസേട്ടാ? കേട്ടുകേഴ്വിയേ ഉള്ളൂ. ആ എന്താ അനുഭവം ഉള്ള ആൾ അടുത്തുണ്ടായിരിക്കും. ചോദിച്ചോക്ക്. അനുഭവമുള്ള ആള് അടുത്തുണ്ടായിരിക്കും. ഒന്ന് കൂടുതൽ ചോദിച്ചു. അദ്ദേഹം ആ പറയുന്നതായിരിക്കും. മുഖം കണ്ടാൽ അറിയാം എന്തൊക്കെയോ അനുഭവങ്ങളുണ്ട്.
നെൽസൺ ചേട്ടാ? പറഞ്ഞ പോലെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓ ഓ ഇപ്പൊ പിന്നെ ലാസ്റ്റ് ഇപ്പൊ ഉല്ലാസം പറയുമ്പോഴാണ് ഞാൻ ഇപ്പൊ കുറച്ച് ആധികാരികമായിട്ട് ഞാൻ അറിയുന്നത് ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടെന്ന്. പിന്നെ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല. നമ്മൾ ഇങ്ങനെ അങ്ങനൊന്നും ഡയറക്റ്റ് ഡീൽസ് ആയിരുന്നു എല്ലാം. അല്ലല്ല, അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെയായിരുന്നു. ഞാൻ അങ്ങനെ ഉള്ളൊരു പാർട്ടി അല്ല. അതാണ്. കുറച്ച് പാലും വെള്ളം എടുക്കട്ടെ. എന്തായാലും ഇത്രയ്ക്കൊരു ശുദ്ധന്മാര്. സ്കിറ്റ് തുടങ്ങിയ പാട്ടോടുകൂടി വന്നൊക്കെ നല്ല അവരുടെ ലവ് സീൻ നല്ല രസമുണ്ടായിരുന്നു. നല്ല റിഹേഴ്സൽ ഉണ്ടായിരുന്നില്ലേ? ആ കറക്റ്റ് ഒക്കെ ആ പോകുന്നതും വരുന്നതൊക്കെ ടൈമിംഗ് ഒക്കെ ഇങ്ങനെ കൈ കെട്ടി നിൽക്കാതെ ഇങ്ങനെ ഈ മാർക്ക് മേടിക്കാൻ നിൽക്കുന്നത്. എങ്ങനെയാണ് സ്കിറ്റിന്റെ കാര്യങ്ങളൊക്കെ പറ. എങ്ങനെ നമ്മൾ ആരാ എഴുതിയത്? ഇത് ഞങ്ങൾ 3 പേരും കൂടെ തന്നെ എഴുതിയതാ. 3 പേരോട് ഇരുന്ന് എഴുതി. അടിപൊളി. അതിന് മനോഹരമായിരുന്നു. അടിപൊളി സ്കിറ്റായിരുന്നു. സൂപ്പറായിരുന്നു. ഇതില് ആദ്യം ചോദിച്ചതൊഴിച്ചാല് ബാക്കിയൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. എന്നുവെച്ചാ തൊഴിലില്ലാതെ പണിയില്ലാതെ പണിയില്ലാതെ പണിക്ക് പോകാതെ പണിക്ക് പോകാതെ കള്ളച്ചോറ് നിന്ന് കുറച്ചു കാലം ജീവിച്ചായിരുന്നു. അല്ല, അപ്പൊ ഇതുപോലെ വീട്ടുകാരോട് പ്രതികാരം ചെയ്യണം തോന്നിയായിരുന്നോ? ഇല്ല, അച്ഛൻ കൈക്ക് പിടിച്ചില്ല. അച്ഛൻ കൈക്ക് പിടിച്ചു. അതുകൊണ്ട് പ്രതികാരം ചെയ്തില്ല. അത് മീനിൽ കൈക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഉല്ലാസേട്ടൻ സഹിക്കാൻ പറ്റില്ല. മീനും ഉല്ലാസേട്ടൻ ഒരു വീക്ക്നെസ്സാ. അങ്ങനല്ല, കൈക്ക് പിടിക്കത്തില്ല, പക്ഷെ ചോറ് വിളമ്പി തരും. പിന്നെ അങ്ങനെ പറയും. പിന്നെ വിദ്യാഭ്യാസം ഒരുപാടുള്ളത് കൊണ്ട് എവിടെ ചെന്നാലും ജോലി കിട്ടും. ജോലി കിട്ടും. അതുകൊണ്ട് ജോലിക്ക് അപേക്ഷ കൊടുക്കാത്ത കൊണ്ടുള്ള കുഴപ്പമില്ല. ഞാൻ അതിന് ജോലി കിട്ടിയാനെ. ഉല്ലാസിന്റെ കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ. ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത്. എന്റെ എന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഉന്നതകുല വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസമുള്ള നെൽസന്റെ കാര്യം ഞാൻ ഇതിനകത്ത് പരാമർശിച്ചിട്ടില്ല. അടിപൊളി, സൂപ്പർ. മൊത്തത്തിൽ സ്കിറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് അടുത്ത സ്റ്റാർ എത്ര സ്റ്റാർസ് ആണ് ഇവർക്ക് കൊടുക്കാന്നുള്ളത് നമുക്ക് ഓഡിയൻസിനോട് ചോദിക്കണം. ഓഡിയൻസ്, എത്ര സ്റ്റാർസ് നിങ്ങളുടെ ഇന്നത്തെ പെർഫോമൻസിൽ കിട്ടിയിരിക്കുന്നത്? 4 സ്റ്റാർസ് ആണ്. ഒപ്പം പറക്കാട് ജ്വൽസ് സമ്മാനമായി തരുന്ന 1 ഗ്രാം ഗോൾഡിൽ പൊതിഞ്ഞ ഒരു പൊന്നാണ്. ഒപ്പം 5000 രൂപയുടെ ഒരു ക്യാഷ് വൗച്ചർ അതാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉല്ലാസ് ചേട്ടനെയും നെൽസൺ ചേട്ടനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായിട്ട് വേദിയിലേക്ക് എത്തുന്നത് ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. സ്പെഷ്യൽ പെർഫോമൻസുമായി വരുന്നു അരുൺ മുണ്ടക്കയം. അരുൺ, മുണ്ടക്കയത്തു നിന്നാണോ വരുന്നത് ഇപ്പൊ? ഓക്കെ, മുണ്ടക്കയത്തു നിന്ന് ഇവിടെ വരെ എത്തി. അപ്പം വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള പെർഫോമൻസ് തന്നെ തരണം. അതെ, ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു മ്യൂസിക് വിത്ത് ബോഡി മസിൽസ് ആണോ? പോഞ്ഞിക്കര പോലെ. പോഞ്ഞിക്കര അങ്ങനെയാണോ? അല്ല, മ്യൂസിക് വിത്ത് മെമിക്രി. അതായത് മ്യൂസിക്കും മെമിക്രിയും കൂടെ കോർത്തിണക്കാനുള്ള ഒരു ശ്രമമാണ്. ശരി, ഓക്കെ. ഇതുപോലെ എവിടെയെങ്കിലും വെച്ച് കോർത്തിണക്കി നല്ല എക്സ്പീരിയൻസ് ഉണ്ടോ? സ്റ്റേജിൽ ചെയ്ത് പരിചയമുണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് വേണ്ടിയിട്ട് അരുണിന്റെ ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. നന്നായിട്ട് കൈ അടിക്കണം കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ ഓഡിയൻസ് റെഡിയാണ്, ഞങ്ങളൊക്കെ റെഡിയാണ്. കാണാം നമുക്ക്. ഇപ്പോൾ ആദ്യമായി നമുക്ക് ഒരു ഫീമെയിൽ വോയിസിലൂടെ തന്നെ തുടങ്ങാം. ഓക്കെ, ഓക്കെ. ഒരു പ്രേതമാണ്, പ്രേതഗാനമാണ് കേട്ടോ. ആ ശരി. ഓക്കെ, ഓക്കെ. എന്താണ് അടുത്തത്? വീണ്ടും അടുത്തതായിട്ട് ഈ ഗാനം കേട്ട് നമ്മുടെ ഇടയിലേക്ക് എത്തുകയാണ് പത്മശ്രീ കമലഹാസൻ. ഓക്കെ, കമലഹാസൻ ലൈവായിട്ട് വരികയാണ്. ശരി. எல்லோருக்கும் வணக்கம். வணக்கம். பொதுவாக நான் இடைக்கன்றும் சென்று பேசுறதை கிடையாது. இன்னைக்கு இங்கே வந்திருக்க அப்படின்னா சத்தியமாக உங்கள் அனைவரையும் பார்ப்பதற்காகவும் பேசுறதுக்காகவும் மட்டும்தான். எங்கே நிற்கும்போது எனக்கு கிட்டத்தட்ட 20 வருடங்கள் முன்னாடி போன மாதிரி இருக்குது. அதெல்லாம் பேசிட்டே இருக்கலாம். ரொம்ப நன்றி, വണക്കം. അപ്പോൾ ഈ കമലഹാസൻ അഭിനയം മാത്രമല്ല പാട്ടും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തെ പാടാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. ഓക്കെ, അപ്പോൾ കമലഹാസനും ജാനകിയമ്മയും ചേർന്നുള്ള ഒരു ഗാനത്തിൽ കൺമണി അൻപോടെ കാതലൻ நான் எழுதும் கடிதாசு லெட்டர்ஸ் கடிதமே போட்டுக்கோ படி. கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே. அவளோட பாட்டவோ படிச்சுட்டியா? அடுத்தது பொன்மணி போட்டுக்கோ. பொன்மணி, உன் வீட்டில் சௌக்கியமா? நான் இங்கே சௌக்கியமே.
சௌக்கியமா நான் இங்கு சௌக்கியமே. ஒன்று நினச்சி பார்க்கும்போது கவிதை ஆர்வை மாதிரி ஓட்டுது ஆனால் எழுதும் போது தான் உன்னை எண்ணி பார்க்கையில் கவிதை கொட்டுது. അതേതാ അഭിറാമി. ആ പൊളിച്ച് അല്ലേ സൂപ്പർ. അത് മെയിലും ഫീമെയിലും ആ പെട്ടെന്ന് ആ ട്രാൻസിഷൻ വന്നിട്ട് പോലും നമുക്ക് അത് ഫീൽ ചെയ്യാണ്ട് കറക്റ്റ് ആയിട്ട് ചെയ്തു. വെരി ഗുഡ്. അപ്പോൾ എത്തുകയാണ് വീണ്ടും തമിഴകത്തുനിന്ന് തന്നെ ബില്ലൻ പ്രകാശ് രാജ്. ഓക്കെ ഓക്കെ. ചലോ I love you ഡാ. அழமாட்டேன் அழுந்தா தூக்கம் வெளியே போயிடும். தூக்கம் வெளியே போகக்கூடாது. உள்ளே இருந்து கரைச்சிக்கே எச்சலாம் I love you ഡാ. താങ്ക് യു. വെരി ഗുഡ്. അപ്പോൾ വീണ്ടും ഒരു ഗാനവുമായി എത്തുകയാണ് നമ്മുടെ മൺമറഞ്ഞു പോയ കറുത്തുമുത്ത് മണിച്ചേട്ടൻ. ആ മണിച്ചേട്ടൻ്റെ യെസ്. എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല. ആ മിന്നുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണീ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാകില്ലേ കൂട്ടിന് ഞാനും വന്നോട്ടെ. ആ അടിപൊളി. വീണ്ടും തമിഴകത്തുനിന്ന് വീണ്ടും വരികയാണ് വിജയ്. ആ ഇളയ ദളപതി വിജയ്. വിജയ് மியூசிக்கை பற்றி எனக்கு என்ன தெரியுமா? விட்ரக்காக்கணுமா பற்றி தெரியல. ஹே தமிழ்நாட்டில் என்னை பார்த்து யாருன்னு கேட்டுற போது ஆள் நீ தான் உன தனியாக கவனிச்சுக்கிறேன்னா போய் சொல்லுங்க ராஜேந்திரன். எங்கே எல்லாரும் எனக்கு மாமனுங்க மச்சனுங்க அவனுக்குண்ணா അവനൊക്കെ. ആ അടിപൊളി. വിജയ് പാടുന്നുണ്ടോ ഇനി? വിജയ് പാടുന്നില്ല. അടുത്ത വിജയ് ആണെങ്കിൽ നന്നായിട്ട് പാടുന്ന ആളായിരുന്നു. വിജയ് കൊണ്ടും കൂടി ഇനി അടുത്ത പ്രാവശ്യം പാടിക്കണം കേട്ടോ. തീർച്ചയായിട്ടും വിജയ് അടുത്ത പ്രാവശ്യം പാടുന്നതായിരിക്കും. വീണ്ടും വിജയ് വന്നു കഴിഞ്ഞാൽ അടുത്ത സിംഗം സൂര്യ ആയിരിക്കും. സിംഗം സൂര്യയിലേക്ക് നമുക്ക് പോകാം. அப்பா இப்போ யார் மேலே கப்ளர் போட போகிறேன்? காக்கா விளால கரடு மேலையா? கரடு மேலே கப்ளர் போட்டுட்டா அது கையில் பிடிக்க முடியாது, உள்ள தள்ள முடியாது. டொண்டு செய் காக்கா மேலே கப்ளர் கூட நல்லா பிடிப்பாரு காக்கா. താങ്ക് യു. ഗുഡ് ജോബ്. അപ്പോൾ വീണ്ടും മലയാളത്തിൽ നിന്ന് ഒരാൾ എത്തുകയാണ്. നമ്മുടെ നെൽസൺ ചേട്ടൻ്റെയൊക്കെ സുഹൃത്തായ നോബി. നോബി ചേട്ടൻ്റെ വോയിസ് ഉണ്ട് ചെയ്യാൻ ശ്രമിക്കും. അളയാ എടാ സാബു അടട്ട പൊണ്ടാ ചിരിച്ച് പണി തീർന്നിട്ടാ ഞാനവിടെ വിളിച്ചപ്പോഴേ അവൻ പറയാണ്ട് വെഞ്ഞാറം വീട് മലക്കറി മേടിക്കാൻ നിൽക്കണം. എൻ്റെ പൊണ്ടാ നീക്ക് വാ വിറ്റാണെന്നാ വിറ്റ്. താങ്ക് യു. അപ്പോൾ വീണ്ടും തമിഴകത്തു നിന്ന് എത്തുകയാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനികാന്ത്. பெரியவங்களே தாய்மார்களே என்னை வாழ வைத்துக் கொண்டிருக்க தமிழ் ரசிகம் மக்களே. வேணா ஃபோன் பண்ணி சொன்னாங்க அந்த மாதிரி ஒரு திருவிழாவுக்கு நீங்கள் வரணும். நான் சொன்ன வர முடியாது, உடம்பு சரியில்லை, ட்ராவலிங் ஆகாது. நீங்கள் வந்தால் மட்டும் போதும். கண்ணா மேக்கப் போடாத பிகரும் பஞ்சரட்டாத டயரும் ரோட்டில் வந்து சரித்திரமே கிடையாது. கபாலிடா. താങ്ക് യു. അപ്പോൾ അടുത്ത ഒരു ഗാനവുമായി എത്തുകയാണ് നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസ്. നമ്മുടെ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിലെ ഒരു സാഹചര്യങ്ങളെല്ലാം വെച്ചിട്ട് അദ്ദേഹം ഒരു ഗാനവുമായി എത്തുന്നു. ഓക്കെ. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ജഗദീശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. സൂപ്പർബ്, ഗംഭീരായിരുന്നു, അസൽ. താങ്ക് യു. അപ്പോൾ എന്താണ് നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ മ്യൂസിക് വിത്ത് ബോഡി മസിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ആൻഡ് ലാൻഡ് ചെയ്തതും അതുപോലെ ഒരു മികച്ച പെർഫോമൻസിലായിരുന്നു. വെരി ഗുഡ് ജോബ്. അരുൺ, എന്താണ് കമന്റ്സ് പറയാനുള്ളത്? എന്ത് പറയാനാ, അടിപൊളി, തകർത്തു അല്ലേ? നല്ല പെർഫോമൻസ് ആയിരുന്നു. കമലഹാസൻ സാറിന്റെയും ജാനകി അമ്മയും കൂടെ ഉള്ള കോമ്പിനേഷൻ ഇല്ലേ, അത് ഒറിജിനൽ ആയിരുന്നു. പിന്നെ ദാസാറിന്റെ ശബ്ദം ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് അവതരിപ്പിക്കും. ഇപ്പൊ ദാസാറിന്റെ ശബ്ദം ഒരുപാട് പേര് അനുകരിക്കുന്നുണ്ട്. ഇപ്പൊ എന്തായാലും ഏറ്റവും പ്രയാസമുള്ളൊരു, മലയാളികൾക്ക്
ഏറ്റവും അറിയാവുന്ന ഒരു ശബ്ദമാണ് ദാസാറിന്റെ ശബ്ദം. എപ്പോഴായാലും അദ്ദേഹത്തിന്റെ ഒരു പാട്ട് കേൾക്കാത്ത ഒരു ദിവസം പോലും മലയാളികളുടെ ഇടയിൽ കടന്നു പോകത്തില്ല. വളരെ മനോഹരമായിരുന്നു, സൂപ്പറായിരുന്നു, ചെയ്തതെല്ലാം അടിപൊളിയായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. എന്നായിരുന്നു എനിക്ക് വിജയുടെയും സൂര്യയുടെ ഒക്കെ പക്കയായിരുന്നു. പക്ഷെ സൗണ്ട് ഇച്ചിരി കുറവായിരുന്നു. അല്ല നമുക്കിവിടെ ഇപ്പൊ കേട്ടപ്പോൾ പക്ഷെ അതെല്ലാം പക്ക, ആ സ്റ്റൈലെല്ലാം കറക്റ്റ് ആയിരുന്നു, ആ മീറ്ററുകളെല്ലാം കറക്റ്റ് ആയിരുന്നു. നോബി ചേട്ടന്റെ സൗണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നോബിയുടെ സൗണ്ടല്ലോ ആരും പറയുന്നത്, ചിരിയല്ലേ? ചിരി നന്നായിരുന്നു, അടിപൊളിയായിരുന്നു, സൂപ്പർ. മൊത്തത്തില് സൂപ്പർ ആയിരുന്നു. അപ്പം അരുൺ നന്നായിട്ട് പാട്ട് പാടുന്നുണ്ട് അല്ലേ? അതെ അതെ അതെ. ഇനി അരുണിന്റെ വോയിസിൽ തന്നെ ഒരു പാട്ട് പാടുവോ? ഓക്കെ, തീർച്ചയായും. കാതിൽ തേൻ മഴയായി പാടൂ കാറ്റേ കടലേ, കാതിൽ തേൻ മഴയായി പാടൂ കാറ്റേ കടലേ, കടൽ കാറ്റിൻ മുത്തങ്ങളിൽ കരൾ കുളിർ താരാരോ, മധുരമായി പാടും മണി ശംഖുകളായി, കാതിൽ തേൻ മഴയായി പാടൂ കാറ്റേ കടലേ. ഓ സൂപ്പർ, അടിപൊളി അടിപൊളി, തകർപ്പൻ പെർഫോമൻസ് ആയിരുന്നു. നല്ലൊരു കലാകാരനാണെന്നുള്ള അവസാനം പാട്ടും കൂടെ പാടി അത് പ്രൂവ് ചെയ്തിരിക്കുകയാണ്. വെരി ഗുഡ്. അപ്പൊ ഇനിയും നമുക്ക് കണ്ടുമുട്ടാം അരുൺ. ഒരുപാട് ഹൈറ്റ്സിൽ എത്തട്ടെ. താങ്ക് യു. വൗ, സ്പൈഡർമാൻ. എന്നെ മനസ്സിലായോ? പിന്നെ നിങ്ങൾ ആർക്കറിയാത്ത നല്ലൊരു കയ്യടി തന്നെ. അതാണ് ഇതെന്താ നടന്നു വന്നേ? എന്താ നടന്നു വന്നേ? സാധാരണ പറന്നിട്ടില്ലേ വരാറ്? സാധാരണ പറഞ്ഞാണ് വരുന്നത്. ഞാൻ മേളികൂടെ പറന്നിട്ട് വേണം വല്ല വവ്വാലും വന്ന് എന്റെ നെഞ്ചത്ത് കടിച്ചിട്ട് എനിക്ക് നിപ്പാപ്പനി ഉണ്ടാവാൻ. ആ, ഉപ്പാപ്പന് പനിയല്ല. ഒന്നാമത് ഈ പനി എവിടെ വന്നേക്കണെന്ന് ആരും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. ഞാൻ മേളികൂടെ പോകുമ്പോ ഏതെങ്കിലും ഒരു വൃത്തി കെട്ടവൻ രമനത് പരത്തേന്ന് പറഞ്ഞാൽ വെറുതെ എന്തെങ്കിലും ഒരു ചീത്തപ്പേര്. അതുകൊണ്ടാണ് ഞാൻ ഓട്ടോയിൽ വന്നിട്ട് നടന്നു പോകുന്നത്. ഒരു കാര്യം പറയട്ടെ, എനിക്ക് ഈ സൂപ്പർ ഹീറോസിനെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആണോ? പിന്നെ ആരെയൊക്കെ ഇഷ്ടം? അതിപ്പോ സ്പൈഡർമാനെ ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ നമ്മുടെ ബാറ്റ്മാനെ ഇഷ്ടമാണ്, സൂപ്പർമാനെ ഇഷ്ടമാണ്, ശക്തിമാനെ ഇഷ്ടമാണ്, ഹോളോമാനെ ഇഷ്ടമാണ്. ആണോ? എന്റെ പൊന്നെ, ഇതെല്ലാം എന്റെ ഇന്റിമേറ്റ് കൂട്ടുകാരല്ലേ? ഒരു ഹോളോമാന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ പുള്ളി ഇപ്പൊ കാണാനില്ല. എവിടെ പുള്ളി ഇപ്പൊ പഴയതുപോലെ വർക്കില്ല. ഈ ഹോളോമാൻ ഇപ്പൊ ഹോളോബ്രിക്സിന്റെ പരിപാടിയാണ്. ശക്തിമാനും സൂപ്പർമാനും തമ്മിലുള്ള വ്യത്യാസം എന്താ? ശക്തിമാനും സൂപ്പർമാനും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയാമോ? അറിയില്ല. നല്ലൊരു ചോദ്യമാണ് കുട്ടി ചോദിച്ചത്. ഈ ശക്തിമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ശക്തി കാണിക്കും ആരുടെ അടുത്തും. അപ്പൊ ഈ സൂപ്പർമാൻ സൂപ്പർ കാണിക്കില്ലേ? അല്ലേ, സൂപ്പർമാൻ സൂപ്പർ കാണിക്കില്ല, പിന്നെ ജെട്ടി കാണിക്കും. അപ്പൊ സുഖമാണ്, പുള്ളിക്ക് നല്ല സുഖമാണ്. ജെട്ടിയൊക്കെ ഇട്ടിങ്ങനെ നടന്നാൽ മതിയല്ലോ. പിന്നെ എന്ത് സുഖം? നമ്മൾ ഉദ്ദേശിക്കും ഇവർക്ക് ഭയങ്കര സുഖമാണ്, പക്ഷെ ഭയങ്കര കഷ്ടം ഇവരുടെ ജീവിതം. ചില സമയത്ത് ഭയങ്കര ടെൻഷൻ, പ്രത്യേകിച്ച് ഈ മാസങ്ങളിൽ ഭയങ്കര വിഷമമാണ്. കാരണം ഇവർ ഈ ജെട്ടി ഇട്ടുകൊണ്ട് ഇങ്ങനെ പറന്ന് കിടക്കുമല്ലേ, മൊത്തം മഴയല്ലേ, നനയും, എപ്പോഴും ഉണങ്ങാൻ പറ്റുമോ? ഉണങ്ങാൻ പറ്റില്ല. തന്നെയല്ല ഇവരുടെ കയ്യിൽ ഒരു പേഴ്സില്ല, പോക്കറ്റിൽ ഇതൊന്നുമില്ല. പക്ഷെ മായാവി അങ്ങനെയല്ല കേട്ടോ. മായാവി ബുദ്ധിയുള്ളവനാ. പുള്ളിയുടെ വീട്ടിൽ ചൂടൻ ദോശക്കല്ലുണ്ട്, അതിനകത്തിട്ട് മറിച്ചിട്ട് പിടിച്ചോണ്ട് ഉണക്കും. കണ്ടിട്ടില്ലേ ഈ മായാവിയുടെ ജെട്ടി കരിഞ്ഞായിരിക്കണേ? അതിപ്പോ ഈ ഇവർക്കൊക്കെ ഈ ഇതുള്ള ഈ ഡ്രസ്സൊക്കെ മാറ്റിട്ട് ലുങ്കി ആക്കിയ പോരെ? ലുങ്കി ആക്കിയാലും അവർ നിലത്തോടെ അല്ലേ നടക്കണേ, നമ്മുടെ മേളികൂടെ തലയുടെ മേളികൂടെ പറന്നല്ലേ പോണം. അപ്പൊ ശരിയാവൂല. അതെ, നിങ്ങളൊക്കെ ഈ ആപത്തിൽപ്പെടുന്നവരെ രക്ഷപ്പെടുത്തുന്ന ആൾക്കാരല്ലേ? എന്റെ പൊന്നെ, എത്ര പേരെ രക്ഷപ്പെടുത്തിട്ടത്. പഴയതുപോലെ ഇപ്പൊ രക്ഷപ്പെടുത്തലൊക്കെ ഉണ്ടോ? ഇല്ല, പഴയതുപോലെ ഞാനിപ്പോ രക്ഷപ്പെടത്തിലില്ല. അതൊരു ഭയങ്കര ദുഃഖകരമായ ഒരു വാർത്തയുണ്ട്, ഒരു സംഭവം ഉണ്ടായി. പണ്ടൊരു ദിവസം ഞാനിങ്ങനെ പറന്ന് മേളികൂടെ ചീറി പഞ്ഞ നൂറിലങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോ ഞാൻ താഴേക്ക് നോക്കുമ്പോ ഒരു പെൺകൊച്ച്, ഒരു സ്ത്രീ വെള്ളത്തിൽ മുങ്ങി ചാവ് നോക്കണു. ഞാൻ നേരെ ഈ പൊന്മാൻ മീനെ പിടിക്കാൻ ഞാൻ ഒരു ഊളയിട്ട് അങ്ങ് ഇരുന്നു. ഊളയല്ലോ, ഊളി ഇടുക എന്നല്ലേ? ഇട്ടത് ഞാനല്ലേ, അപ്പൊ സാധനം ഊളയായല്ലോ. അപ്പൊ ഞാനിങ്ങനെ ഊളയിട്ടങ്ങ് ചെന്ന് ഈ പെണ്ണിനെ ഇങ്ങനെ വാരി കോരി എടുത്ത് കരയിലിട്ട് വെച്ചൊരു ഒറ്റ ഫ്രഞ്ച് കിസ് അല്ല, കൃത്രിമശ്വാസം കൊടുത്ത് ഇങ്ങനെ സുഖിച്ചല്ല കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഈ മൂർഖം പാമ്പിനെയൊക്കെ തല്ലിക്കൊല്ലൂലേ, അതുപോലെ 3-4 പേര് കവളമടലിന് എന്നെ അങ്ങ് അടിക്കുവന്നേ. രക്ഷപ്പെടുത്തി അടിക്കുന്നതിനാണ് എനിക്ക് പിന്നീടല്ലേ എനിക്ക് മനസ്സിലായി ഈ പെൺകൊച്ചു മുങ്ങി ചാവുമല്ലായിരുന്നു, നമ്മള് കക്ക വാരിക്കൊണ്ടിരിക്കുവായിരുന്നു എന്നുള്ളത് എനിക്ക് പിന്നീട്. അത് പിന്നെ ഞാൻ ഈ പരിപാടി നിർത്തി. അത് പിന്നെ ഞാൻ പിന്നെ ആരും രക്ഷപ്പെടുത്തില്ല, പരിപാടി നിർത്തി. ഇപ്പൊ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഞാനിപ്പോ സമ്മതിക്കാട് ഇവിടെ ഹൗസ് പെയിന്റിങ്ങിന് പോവാ. ഹൗസ് പെയിന്റിങ്ങിന് അതൊക്കെ പാടല്ലേ? എനിക്കൊരു പാടുമില്ലല്ലോ. എനിക്ക് കയറ് വേണ്ട, കോണി വേണ്ട, ഒന്നും വേണ്ട. കാരണം ഞാൻ പറന്നടിക്കും, ഞാൻ ഫ്ലാറ്റിലൊക്കെ പറന്ന് നിന്നടിക്കും.
അപ്പൊ ഒരു ബുദ്ധിമുട്ടുമില്ല. ചില സമയത്ത് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ഈ പെയിന്റ് താഴെ പോകുമ്പോൾ സമുദ്രക്ക മേളിലേക്ക് നോക്കി പറയടാ 8 കാലിക്ക് ഉണ്ടായവനെ നീ ഇറങ്ങി വാട്ടോ 4 ഇഞ്ചിന്റെ പ്രശ്നം ഞാൻ തല്ലുന്നു. അങ്ങനെ പറയുമ്പോ ചെറിയൊരു വിഷമം ഉണ്ടാവും, മനോവേദന ഉണ്ടാവും. അല്ലാതെ പ്രത്യേകിച്ച് വിഷമമൊന്നും ഉണ്ടാവില്ല. ഈ എന്തിനൊക്കെയാണ് സാധാരണ പെയിന്റ് ചെയ്യുന്നത്? ഞാൻ സാധാരണ പെയിന്റ് അടിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഫ്ലാറ്റുകൾക്ക് പെയിന്റ് അടിക്കും, പിന്നെ ഞാൻ ട്രെയിനിന് പെയിന്റ് അടിക്കും, ഫ്ലൈറ്റിന് പെയിന്റ് അടിക്കും. ഞാൻ അങ്ങനെ അതെങ്ങനെയാണ് ഫ്ലൈറ്റിന് പെയിന്റ് ചെയ്യുന്നത്? ഫ്ലൈറ്റിന് പെയിന്റ് അടിക്കുന്നത് എല്ലാവരും പെയിന്റ് അടിക്കാൻ നിലത്തിട്ടല്ല പെയിന്റ് അടിക്കണം. ഈ ഫ്ലൈറ്റ് ഇങ്ങനെ പറന്ന് പൊങ്ങി മുകളിലൊരു പൊട്ട് പോലെ വരൂലേ, അപ്പൊ ഈ ഒരു ഇഞ്ചിന്റെ ബ്രഷ് ഇങ്ങനെ പെയിന്റിൽ നോക്കി ഒരു കുത്ത്. ട്രെയിന് പെയിന്റ് അടിക്കാന്ന് പറഞ്ഞാൽ ജയന്തി ജനതയൊക്കെ അങ്ങോട്ട് പോയേക്കുമായിരിക്കേ. അപ്പൊ ഞാനൊരു 10 ഇഞ്ചിന്റെ ബ്രഷ് ഇങ്ങനെ പെയിന്റിൽ മുക്കി ജയന്തി ജനത സൈഡിലേക്ക് പിടിച്ചു വെച്ചേക്കും, അടിയിലേക്ക് പിടിക്കും. അപ്പൊ ഒരു സൈഡ് അങ്ങ് ഓക്കെ ആവും. അപ്പൊ ഇങ്ങനെ ജയന്തി ജനത പിന്നെ തിരിച്ചു വരും, ഞാൻ വീണ്ടും അപ്പുറം കടന്ന് നിൽക്കും, പെയിന്റിൽ മുക്കും, ഇങ്ങനെ പിടിക്കും. നമ്മുടെ അടുത്ത് വരുമ്പോ വലിയ കെട്ടിടങ്ങളില്ലേ, അതെങ്ങനെ പെയിന്റ് അടിക്കും? അത് ഞാൻ പറഞ്ഞടിക്കും. ആണല്ലേ? അപ്പൊ ഈ ട്രെയിനിന്റെ മുകൾ വശം അടിക്കുന്നത് എങ്ങനെയാണ്? ട്രെയിനിന്റെ ഈ മറ്റേ ഇതുണ്ടല്ലോ, മറ്റേ ലൈൻ കമ്പി, അതിന്റെ അവിടെ ഇങ്ങനെ കവച്ച് നിന്നിട്ട് ഇങ്ങനെ 10 ഇഞ്ചിന്റെ അതും ഓക്കെ. ഈ പൈസ കറക്റ്റ് കിട്ടും ഇതൊക്കെ ചെയ്ത്? പൈസ കറക്റ്റ് കിട്ടില്ല. ഈ എന്നെ പെയിന്റ് അടിച്ചിട്ട് പോയിട്ട് എനിക്ക് ഞാൻ നോക്കിയപ്പോ എന്റെ കോൺട്രാക്ടർ അതിനകത്തിരുന്ന് കൈ കാണിക്കണം, നീ നശിച്ചു പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ മഞ്ഞ പെയിന്റ് മുക്കി വെച്ച ഒരു ഒറ്റ ഗുണം, നീ ഗുണം പിടിക്കില്ല എന്ന്. കണ്ടിട്ടില്ലേ ട്രെയിനിന്റെ ഒക്കെ ബാക്കിൽ ഇങ്ങനെ ഒരു ഗുണ ചിഹ്നം? ആ സാധനം അതാണ്. ഓ, അവര് ഗുണം പിടിക്കരുത് എന്നുള്ള ചിഹ്നമാണ്. ഞാനങ്ങ് ഇട്ടതാണ്. അതിപ്പോ എല്ലാ ട്രെയിനും അങ്ങനെ. എന്തായാലും സ്പൈഡർമാനെ കണ്ടപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് പറക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. പറക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഞങ്ങൾക്കുണ്ട്. പറപ്പിക്കോ? എന്റെ പൊന്നെ വാന്ന് ഞാൻ പറപ്പിക്കാം. ആണോ? പിന്നെ വെറുതെ വന്നാ മതി. ഞാൻ ഇതുപോലെ ഞാൻ നിങ്ങളെല്ലാവരെയും വെച്ച് പറക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ ട്രിപ്പ് അടിക്കാം. ട്രിപ്പ് അടിക്കാം. അപ്പൊ അതിന് ചെറിയൊരു പേയ്മെന്റ് ഒക്കെ മേടിച്ചിട്ട് ഞാൻ ട്രിപ്പ് ചെയ്യാറില്ല. പേയ്മെന്റ് ഒക്കെ ഞാൻ കൊടുക്കാം. നമുക്കൊന്ന് പറഞ്ഞാൽ മതി. അതെ, എന്നാ പേയ്മെന്റ് ഇതൊക്കെ നിസ്സാര കേട്ടോ. വരുന്നപ്പോ തന്നെ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ കണ്ണൊക്കെ തെറിപ്പിച്ചു കളഞ്ഞേ. ഓ, പൈസ ആണോ? അത് എത്ര എണ്ണി നോക്കണ്ടല്ലോ, അത് നമ്മുടെ സന്തോഷമല്ലേ. ഓ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടുന്ന് ഇറങ്ങി നേരെ സെക്രട്ടേറിയറ്റിന്റെ മുകളിൽ കൂടെ പറഞ്ഞു. സെക്രട്ടേറിയറ്റിന്റെ മുകളിൽ കൂടെ പോകണ്ട, അങ്ങോട്ടൊക്കെ പോയി എപ്പോഴും ലാത്തി ചാർജ് വെടിവെപ്പല്ലേ. നമ്മൾ പറക്കണ സമയത്ത് ഈ പോലീസുകാർ മേളിലേക്ക് വെടിവെക്കണമെങ്കിൽ നമ്മുടെ പൂക്കളുടെ എണ്ണം കൂടില്ലേ. അപ്പൊ അതുകൊണ്ട് അത് വേണ്ട, നമുക്ക് നേരെ എറണാകുളത്തോട്ട് പറക്കാം. എങ്ങനെയും പറഞ്ഞാൽ മതി. അപ്പൊ ഓക്കെ, എല്ലാവരും കണ്ണടച്ച് പിടിച്ചോ. എല്ലാവരും കണ്ണടച്ച് പിടിച്ചോ. പിന്നെ വേറെ സംഭവം, ഇത് മാപ്പാ. മാപ്പോ? ഞാൻ മേളിൽ ചെല്ലുമ്പോ ഇഷ്ടം പോലെ ഇങ്ങനെ മേഘങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞാനങ്ങനെ ഈ പള്ളിപ്പെരുന്നാൾ പിള്ളേര് വഴിതെറ്റി പോണവർ ഈ മേഘത്തിന്റെ ഇടയിൽ വഴിതെറ്റി പോയാൽ നിങ്ങൾക്ക് ഇത് നോക്കിയിട്ട് നാട്ടിലെത്തണ്ടേ? വേണ്ടേ? അപ്പൊ ഈ സംഭവം അല്ല, കണ്ണടച്ചു പിടിച്ചോ, 10 വരെ എണ്ണുക. എണ്ണീട്ട് അപ്പോഴത്തേക്കും പറക്കാൻ സൗകര്യമാകും. അപ്പൊ നമുക്ക് തന്നെ പറക്കാൻ പറ്റും. കൈ നീട്ടി പിടിക്കണം. വേണ്ട, തന്നെ പറഞ്ഞോളൂ. അതിനുള്ള എല്ലാ വകുപ്പും ഞാൻ അപ്പോഴത്തേക്ക് ഇണക്കാം. ശരി കേട്ടോ? കണ്ണടച്ച് പിടിക്കുക, 10 വരെ എണ്ണുക. ഓക്കെ, ശരി. എല്ലാരും കണ്ണടച്ചോളൂ കേട്ടോ. ഞങ്ങൾ പറക്കാൻ പോണ. ഓക്കെ, എണ്ണിക്കും. 1 2 3 4 5 6 7 8 9 ഇപ്പൊ പറക്കും 10. കണ്ണ തുറക്ക. എവിടാ ഇവിടെ ആളെന്ത്? എവിടെ പോയി പറക്കാൻ പറ്റും? ഇവിടെ നിന്നാളെന്ത്? ഇവിടെ സ്പൈഡർമാൻ എവിടെ? ചോദിച്ചത് പുള്ളി ചില മേഘത്തിനിടയ്ക്ക് നമ്മളെ വെയിറ്റ് ചെയ്യായിരിക്കും. ചിലപ്പോൾ ഞാൻ ഈ മാപ്പ് ഇട്ട് നോക്കാം. മാപ്പിൽ എന്തോ പ്രിയപ്പെട്ടവരെ, മാപ്പ്. സ്പൈഡർമാൻ എഴുതുന്ന കത്ത്. പഴയതുപോലെ എൻ്റെ കയ്യിലെ പശ വർക്ക് ചെയ്യാത്തതിനാൽ പണിയൊന്നും നടക്കാറില്ല. നിങ്ങളുടെ കയ്യിൽ നിന്ന് പറക്കാൻ മേടിച്ച കാശ് ദാരിദ്ര്യം കൊണ്ട് വീട്ടു ചെലവിനായി ഞാൻ എടുക്കുന്നു. എന്നെ ആരും അന്വേഷിക്കരുത് എന്ന് നിങ്ങളുടെ സ്വന്തം സ്പൈഡർമാൻ, സിനി ആർട്ടിസ്റ്റ്, മോഡലിംഗ്, ആഡ് ഫിലിം ആൻഡ് ഹൗസ് പെയിന്റിംഗ്. ചതിച്ചു ചേട്ടാ. നമ്മുടെ പൈസയായിട്ട് സ്പൈഡർമാൻ മുങ്ങി. അപ്പൊ നമ്മളവിടെ ആരായി? ഡോബർമാൻ. ചുമ്മാ പൈസ എടുത്ത് കൊടുക്കാൻ നിന്നോട് പറഞ്ഞായിരുന്നോ? അല്ലടിയെ, പറക്കുന്ന ഉദ്ദേശിച്ചപ്പോ അത്യാഗ്രഹം നല്ലതല്ല ഒരിക്കലും. എന്തായാലും നമുക്ക് ചെറിയൊരു ആശ്വാസമുണ്ട്. പൈസ കോമഡി മസാലയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമ്മൾ വീണ്ടും കണ്ടുമുട്ടും പുതിയൊരു എപ്പിസോഡിൽ.